ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കഥയുടെ രണ്ടാം ഭാഗം ഇവിടെ തുടങ്ങുകയാണ്. ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങള് മൈസൂർ പാലസിലോട്ട് പോകാൻ പോകുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കാണിച്ചു തരാവേ. ഇവിടെ കാണുന്ന വാഹനങ്ങളെല്ലാം മൈസൂർ പാലസിലേക്ക് വന്ന ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ സ്വന്തം വാഹനങ്ങളിൽ വന്നവർ, അങ്ങനെ ഒരുപാട് വണ്ടികൾ അവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പം ഇതുപോലെ നാണയങ്ങൾ, പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ആളവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നതെന്നാണ് പറഞ്ഞത്. വിദേശികൾ മേടിക്കും ഇതൊക്കെ, അതുകൊണ്ടാണ് അവരതങ്ങനെ വിൽക്കുന്നത്. പാലസിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ വെളിയിലെ കാഴ്ചകളെല്ലാം കണ്ടാണല്ലോ അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ മരത്തടിയിൽ ഓരോ കൊത്തുപണികളൊക്കെ ചെയ്ത് ഇതുപോലെ അവിടെ എല്ലാം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധൻ്റെ പ്രതിമയും അതുപോലെ മൈസൂർ കൊട്ടാരത്തിൻ്റെ രൂപവും ഇതെല്ലാം വെളിയിൽ ഉണ്ട്. അതുപോലെ മുല്ലപ്പൂവ്, കനകാമ്പരപ്പൂ, ഇതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതിനുള്ളിലേക്ക് കടക്കുന്നത്. കർണാടകത്തിലെ മൈസൂരുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ കൊട്ടാരം. അംബവിലാസ് കൊട്ടാരം എന്നും ഇത് പ്രാദേശികമായി അറിയപ്പെടുന്നു. മൈസൂരു ഭരിച്ചിരുന്ന വൊഡയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ് ഈ കൊട്ടാരം. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്ത് ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു കവറ് തരും. അപ്പോൾ അതിനകത്ത് ഈ ചെരുപ്പുകൾ കൊടുക്കുമ്പോൾ അവരവിടെ സൂക്ഷിച്ച് വെക്കും. തിരിച്ച് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമുക്ക് തിരിച്ചു തരും. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ കൊടുത്തിട്ട് അകത്തോട്ട് കയറുകയാണ്. അപ്പം നമ്മളിനി എൻട്രൻസ് എത്തിയിട്ടുണ്ട്. നമ്മൾ കേരളീയർ ഓണം ആഘോഷിക്കുന്നത് പോലെയാണ് മൈസൂരിൽ മൈസൂർ ദസറ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ പ്രധാന വേദി കൂടിയാണ് ഈ മൈസൂർ കൊട്ടാരം. അങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കയറി മുമ്പോട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് മൈസൂർ കൊട്ടാരത്തിൻ്റെ ഒരു പഴയകാല രൂപമാണ്. അന്ന് ഈ മൈസൂർ കൊട്ടാരം തടിയിലാണ് പണിഞ്ഞിരുന്നത്. ഒരു കല്യാണ മണ്ഡപത്തിലുണ്ടായ തീപിടുത്തത്തിൽ കൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും പിന്നീട് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള കൊട്ടാരം പണിയുകയുമാണ് ചെയ്തത്. തൊട്ടടുത്ത് കാണുന്നതാണ് ചാമുണ്ടേശ്വരിയുടെ പ്രതിമ. ഈ ചാമുണ്ടേശ്വരി മഹിഷാസുരൻ എന്ന കിരാതകനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദസറ ആഘോഷിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നതാണ് അമ്പാരി. ഈ അമ്പാരി ആനപ്പുറത്ത് വെച്ച് അതിന് മുകളിൽ രാജാവ് കയറിയിരുന്നാണ് ദസറ സമയത്ത് ആഘോഷങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇന്ന് അമ്പാരിയുടെ മുകളിൽ ചാമുണ്ടേശ്വരിയുടെ പ്രതിമ വെച്ചിട്ടാണ് ഇന്ന് ഈ ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തേക്കാം. നമ്മളീ കണ്ട അമ്പാരിക്ക് ഏകദേശം 850 കിലോഗ്രാം ഭാരവും 80 കിലോഗ്രാം ഇതിനകത്ത് സ്വർണ്ണ തകിടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് കൊമ്പൈ തൊട്ടി അഥവാ ഡോൾസ് പവലിയൻ എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ അതിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയെന്ന് പറയുന്നത് ജീവനോടെയുള്ള ഒരു ആനത്തല ഇന്നും സൂക്ഷിച്ചു വെച്ചേക്കുന്നു എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുന്നത് 1955-ലാണ്. അന്ന് വൊഡയാർ രാജവംശത്തിൻ്റെ ഭാഗമായിരുന്ന ബന്ദിപ്പൂരിൽ 2 കൊമ്പനാനകൾ ഇറങ്ങുകയും രാജാവിനോട് ജനങ്ങൾ ദുഃഖം ബോധിപ്പിക്കുകയും ചെയ്ത സമയത്ത് അന്നത്തെ രാജാവിന് ഈ വേട്ടയാടുന്നതിനോടൊക്കെ ഭയങ്കര കമ്പമായിരുന്നു. അന്ന് ആ രാജാവ് വേട്ടയാടിക്കൊണ്ടുവന്ന ആനത്തലകളാണ് ഇന്നും ആ കൊട്ടാരത്തിൽ. ഇന്നും ഇതിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കുവാൻ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതാണ് കൊട്ടാരത്തിലെ കല്യാണ മണ്ഡപം എന്നറിയപ്പെടുന്നത്. ഈ ഹാളിൽ വെച്ചാണ് കല്യാണം, ജന്മദിനം എന്നിങ്ങനെയുള്ള സുപ്രധാന ആഘോഷങ്ങളൊക്കെ അവിടെ നടത്തിയിരുന്നത്. ഈ കല്യാണ മണ്ഡപത്തിന് ചുറ്റുമായിട്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട്. രാജാവ്, രാജ്ഞിമാർ, അവരുടെ കുട്ടിക്കാലം എന്നിങ്ങനെയൊക്കെയുള്ള പലതരം ചിത്രങ്ങളാണ് നമുക്ക് ചുറ്റിനും കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ കാണുന്നത് ചന്ദനത്തിൽ തീർത്ത പെട്ടികളാണ്. ഈ പെട്ടികൾ രാജാക്കന്മാർക്ക് ക്ഷണക്കത്തുകളായിട്ടോ സമ്മാനങ്ങളായിട്ടോ പാരിതോഷികങ്ങളായിട്ടോ ലഭിക്കുന്നതാണ്. അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസാണ് നമുക്കവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾ കാണുന്നത് മൈസൂർ കൊട്ടാരത്തിലെ കോർട്ട്യാർഡാണ്. ഈ മുറ്റത്ത് വെച്ചാണ് ഗുസ്തി മത്സരങ്ങൾ നടക്കുന്നത്.
രാജാവിന് ഗുസ്തി മത്സരത്തിനോടൊക്കെ കമ്പമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ദസറ സമയത്ത് അവിടെ ഗുസ്തി മത്സരങ്ങൾ നടക്കുകയും പക്ഷേ വിജയം എന്ന് പറയുന്നത് രണ്ടിലൊരാളുടെ മരണം കണ്ടാണ് ആ മത്സരം അവസാനിപ്പിക്കുന്നത്. ഈ കൊട്ടാരത്തിനുള്ളിൽ കാണുന്ന കാഴ്ചകളെല്ലാം അതിമനോഹരമാണ്. ഇനി നമ്മൾ കാണുന്നതാണ് പീരങ്കികൾ. ഇന്ന് ഈ പീരങ്കികൾ ഉപയോഗിക്കുന്നത് ദസറ സമയത്ത് വെടിയുയർത്താനാണ്. ഇനി നമ്മൾ കാണുന്നത് ആ കൊട്ടാരത്തിലെ കണ്ണാടിയാണ്. ഈ കണ്ണാടിയുടെ മുന്നിൽ വെച്ചായിരിക്കണം രാജാവും രാജ്ഞിയൊക്കെ അവരുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കും നമ്മുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ആ കണ്ണാടിയുടെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും. പക്ഷെ ആൾ കൂടുതലായതുകൊണ്ട് നമുക്ക് തള്ളിൻ്റെ ഇടയിൽ എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. നമ്മളിനി കുറച്ച് മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ കൃഷ്ണരാജ വൊടയാർ നാലാമൻ്റെ ഒരു മെഴുകു പ്രതിമ അവിടെ കാണാം. അപ്പോൾ ആ പ്രതിമയുടെ മുന്നിലായിട്ട് ഒരു ചെറിയ വിവരണം കൂടി അതിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെന്നെത്തുന്നത് ഏറ്റവും മനോഹരമായ ദസറ ഹാളിലേക്കാണ്. ലോകപ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ 2 ചിത്രങ്ങളാണ് ഈ കൊട്ടാരത്തിനുള്ളിൽ ഉള്ളത്. ഇനി നമ്മൾ ചെന്നെത്തുന്നത് പ്രൈവറ്റ് ദർബാർ ഹാൾ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഒരു നല്ല സ്വർണത്തിൽ പൊതിഞ്ഞു നിൽക്കുന്നൊരു എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മണിച്ചിത്രത്താഴിൽ ശോഭന ഡാൻസ് ചെയ്യാൻ വേണ്ടി കയറി നിൽക്കത്തില്ലയോ, അപ്പോൾ അതുപോലൊരു ഡാൻസ് ഒക്കെ ചെയ്യുന്നൊരു സ്ഥലം പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. രാജാവ് തൻ്റെ മന്ത്രിമാരുമായൊക്കെ നടത്തുന്ന മീറ്റിങ്ങുകൾ ഇവിടെയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ദസറ സമയത്ത് അവിടെ ജംബോ സവാരി നടക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആനയുടെ തിടമ്പും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ സൂക്ഷിച്ചേക്കുന്നത്. അങ്ങനെ കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങ് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെരുപ്പ് സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചു മേടിച്ചു. നമുക്കിതിന് വെളിയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ കഴിയും. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ മൈസൂർ കൊട്ടാരത്തിനടുത്ത് നിൽക്കുന്നതായിട്ട് ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തു തരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അങ്ങനെ നമ്മൾ തിരിച്ച് വയനാട്ടിലോട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ ഇടുന്നതായിരിക്കും.